നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. സീസണിലെ തങ്ങളുടെ അവസാന മത്സരം കളിക്കാൻ നാളെ FC ബാഴ്സലോണ ഇറങ്ങുകയാണ്. എതിരാളികൾ അത്ലറ്റിക് ക്ലബ് ബിൽബാവോയാണ്. നാളെ എന്ന് പറയുമ്പോൾ സാങ്കേതികമായി നമുക്ക് ഇന്ത്യൻ സമയം തിങ്കളാഴ്ച പുലർച്ചെ 12:30 അത്ലറ്റിക് ക്ലബ് ബിൽബാവോയുടെ മൈതാനത്ത് മത്സരം നടക്കുന്നത്. മത്സരത്തിന് മുന്നോടിയായിട്ട് ഇന്ന് മാധ്യമങ്ങളെ കണ്ടപ്പോൾ കോച്ച് ഹൻസി ഫ്ലിക്കിനോട് മാധ്യമങ്ങൾ ചോദിച്ചു, റാഷ്ഫോർഡും ലൂയിസ് ഡയസും FC ബാഴ്സലോണയിലേക്ക് വരുന്നുണ്ടോ? കുറേ ആയിട്ട് നമ്മൾ കേൾക്കുന്നതാണ്, റാഷ്ഫോർഡ് വരുമോ എന്നുള്ളത്. അതിൽ അദ്ദേഹത്തിൻ്റെ മറുപടി നോക്കുക. എനിക്ക് ഇവിടെ എൻ്റെ താരങ്ങളല്ലാത്ത ഈ സ്ക്വാഡിൽ ഇപ്പോഴില്ലാത്ത താരങ്ങളെക്കുറിച്ച് സംസാരിക്കാനാവില്ല. അതിനെക്കുറിച്ച് ഞാൻ സംസാരിക്കാനില്ല. രണ്ട് താരങ്ങളും റാഷ്ഫോർഡും ലൂയിസ് ഡയസും വളരെ മികച്ച താരങ്ങളാണ് എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ പറ്റുകയുള്ളൂ. അപ്പോൾ സ്വാഭാവികമായിട്ടുള്ള ചോദ്യം, അൻസു ഫാറ്റി പോവുകയാണല്ലോ, അതിനെക്കുറിച്ച് എന്ത് പറയുന്നു? അപ്പോൾ ഫാറ്റി പോകുമ്പോഴാണ് റാഷ്ഫോർഡ്, ലൂയിസ് ഡയസ് എന്ന പേരൊക്കെ കൂടുതൽ വലിയ രൂപത്തിൽ ഇങ്ങനെ വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മറുപടി പറയുന്നത് ഇങ്ങനെയാണ്: തീർച്ചയായിട്ടും ഈ വിഷയത്തിൽ അൻസു ഫാറ്റിയുടെ കാര്യത്തിൽ ഞാനല്ല ആ തീരുമാനം എടുക്കുന്നത്. അത് എൻ്റെ തീരുമാനമല്ല. തീർച്ചയായിട്ടും ആ തീരുമാനം വരുന്നത് താരത്തിൽ നിന്ന് തന്നെയാണ്. അൻസുവിന് ഇവിടെ തീർച്ചയായിട്ടും ഒരു കോൺട്രാക്റ്റ് ഉണ്ട്, പക്ഷെ പോകണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു. അദ്ദേഹത്തിൻ്റെ തീരുമാനത്തിലാണ് അദ്ദേഹം പോകുന്നത് എന്നാണ്. അപ്പം അൻസു ഫാറ്റി ഇപ്പോൾ മൊണോക്കോയിലേക്ക് ചേക്കേറാൻ പോവുകയാണ്. അതിനെക്കുറിച്ചുള്ള വാർത്തകളൊക്കെ വന്നു കഴിഞ്ഞു. ആ ഘട്ടത്തിലാണ് ഫ്ലിക്കിൻ്റെ ഇങ്ങനെ ഒരു മറുപടി. താനല്ല ഫാറ്റിയുടെ പോക്കിന് കാരണം, തൻ്റെ തീരുമാനമല്ല, ഫാറ്റിയുടെ തീരുമാനമാണത് എന്ന്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സിൻ്റെ എത്താം.